എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സിറ്റ് പോളുകളുടെ ഒരു വിശകലനമാണ്. അതായത് എല്ലാ സംസ്ഥാനങ്ങളുടെ എക്സിറ്റ് പോളുകളും വന്നിട്ടുണ്ട്. അപ്പം എക്സിറ്റ് പോളുകളെല്ലാം കേരളത്തിൽ പ്രവചിക്കുന്നത് UDF അധികാരത്തിൽ വരുമെന്നാണ്. ആസാമിൽ 2/3 ഭൂരിപക്ഷത്തോടു കൂടി BJP അധികാരം നിലനിർത്തുമെന്ന് പറയുന്നുണ്ട്. ബംഗാളിൽ BJP അധികാരത്തിലേറുമെന്നും പറയുന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ ഒരു സമ്മിശ്രമാണെങ്കിലും DMK-ക്കാണ് മുൻതൂക്കമെന്നും പറയുന്നുണ്ട്. കേരളത്തിലെ ഒരു എക്സിറ്റ് പോളുകളുടെ വിശദീകരണം നോക്കിക്കഴിഞ്ഞാൽ ജേണൽ മിറർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിയതിൽ UDF-ന് 65 മുതൽ 80 സീറ്റ് വരെ, LDF-ന് 55 മുതൽ 65 സീറ്റ് വരെ, NDA-ക്ക് പരമാവധി 5 സീറ്റ് വരെ നേടാം എന്നാണ് പറയുന്നത്. പീപ്പിൾ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിയ സർവേയിൽ UDF-ന് 66 മുതൽ 76 സീറ്റ് വരെയും, LDF-ന് 58 മുതൽ 68 സീറ്റ് വരെയും, NDA-ക്ക് 10 മുതൽ 14 സീറ്റ് വരെയും പ്രവചിക്കുന്നുണ്ട്. ചാണക്യ സ്ട്രാറ്റജിസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയത് 72 മുതൽ 80 വരെ UDF-ന്, 58 മുതൽ 64 വരെ LDF-ന്, 1 മുതൽ 3 വരെ NDA-ക്ക്. പിന്നെ CNN വോട്ട് വെബ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയതിൽ UDF 70 മുതൽ 80 സീറ്റ് വരെയും, LDF 58 മുതൽ 68 സീറ്റ് വരെയും, NDA 0 മുതൽ 4 സീറ്റ് വരെയാണ് അവർ പറയുന്നത്. മാർക്ക് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയ സർവേയിൽ 71 മുതൽ 79 സീറ്റ് വരെ UDF-ന്, 62 മുതൽ 69 സീറ്റ് വരെ LDF-ന്, NDA-ക്ക് പരമാവധി 4 സീറ്റ് വരെ നേടാമെന്നും അവർ പറയുന്നുണ്ട്. അടുത്തത് പീപ്പിൾസ് പൾസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയ സർവേയിൽ 75 മുതൽ 85 സീറ്റ് വരെ UDF-ന്, 55 മുതൽ 65 വരെ സീറ്റുകൾ LDF-ന്, 3 സീറ്റ് വരെ പരമാവധി BJP-ക്ക്. ഇങ്ങനെയാണ് അവരുടെ സർവേ. അടുത്ത ആക്സിസ് മൈ ഇന്ത്യ, ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ സർവേയിൽ 78 മുതൽ 90 വരെ സീറ്റ് UDF-ന്, 49 മുതൽ 62 വരെ സീറ്റ് LDF-ന്, പരമാവധി 3 സീറ്റ് വരെ BJP-ക്കും പ്രവചിക്കുന്നുണ്ട്. അടുത്തത് മാട്രിക്സ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയ സർവേയിൽ 70 മുതൽ 75 സീറ്റ് വരെ UDF-ന്, LDF-ന് 60 മുതൽ 65 സീറ്റ് വരെയും, NDA-ക്ക് പരമാവധി 5 സീറ്റ് വരെയും പ്രവചിക്കുന്നുണ്ട്. അടുത്ത ടൈംസ് നൗ ജേണൽസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയതിൽ 72 മുതൽ 84 സീറ്റ് വരെ UDF-ന്, 52 മുതൽ 61 സീറ്റ് വരെ LDF-ന്, 3 മുതൽ 7 സീറ്റ് വരെ BJP-ക്ക് എന്നിങ്ങനെയാണ് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് സർവേയിൽ പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് എല്ലാ സർവേയിലും UDF-നാണ് മുൻതൂക്കം. അതാണ് പ്രത്യേകത. കൂടാതെ മറ്റുള്ള സംസ്ഥാനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ നടത്തിയ എല്ലാവരും ആസാമിൽ, അതായത് 126 സീറ്റാണ് ആസാമിലുള്ളത്. ആസാമിൽ BJP 100-ലധികം സീറ്റ് നേടിയിട്ട് അധികാരത്തിൽ വരുമെന്നാണ് എല്ലാ സർവേയും പറയുന്നത്. അതായത് ആസാമിൽ പ്രതിപക്ഷ നേതാവില്ലാതെ ആസാം ഒറ്റയ്ക്ക് BJP ഭരിക്കാനാണ് ഈ സർവേ പ്രകാരം സാധ്യത. പിന്നെ വരുന്നത് വെസ്റ്റ് ബംഗാളാണ്. 2011 മുതൽ 15 വർഷം തുടർച്ചയായിട്ട് വെസ്റ്റ് ബംഗാൾ ഭരിച്ച മമതാ ബാനർജിയെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ BJP അധികാരത്തിൽ വരാൻ പോകുന്നു എന്നാണ് എല്ലാ സർവേകളും പറഞ്ഞിട്ടുള്ളത്. ഒരു സർവേ മാത്രമാണ് മമതാ ബാനർജിക്ക് നേരിയ മുൻതൂക്കം പ്രവചിക്കുന്നത്. അപ്പോൾ എല്ലാ സർവേകളുടെ റിപ്പോർട്ടും BJP-ക്ക് അനുകൂലമാണ് ബംഗാളിൽ. ഇനി പുതുച്ചേരി, അവിടുത്തെ ഒരു നമ്മുടെ തമിഴ്നാട്ടിൽ മാഹിയൊക്കെയില്ലേ, ആ പറയുന്ന സംസ്ഥാനത്ത് BJP അധികാരം നിലനിർത്തുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. പിന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന തമിഴ്നാട്ടിൽ എല്ലാ സർവേകളിലും, അതായത് ഒരു സർവേ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും DMK, സ്റ്റാലിൻ്റെ DMK ഭരണത്തുടർച്ച നേടുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ ഒരു സർവേ പറയുന്നത് വിജയ് അധികാരത്തിലേറും, അതായത് വിജയുടെ പാർട്ടിയായ TVK അധികാരത്തിലേറും എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ പ്രത്യേക ശ്രദ്ധയുള്ളത് TVK വിജയ് ആദ്യമായി ഒരു പാർട്ടി രൂപീകരിച്ച് മത്സരിക്കുന്നതിൽ എല്ലാ സർവേകളും 24 ഏറ്റവും കുറഞ്ഞ സീറ്റ്. അവർ 24 മുകളിൽ സീറ്റ് എല്ലാ സ്ഥാപനങ്ങളും പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥാപനം മാത്രം വിജയുടെ നേതൃത്വത്തിൽ TVK അധികാരത്തിലേറുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഉറ്റുനോക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലെ BJP-യുടെ വിജയമാണ്. അവിടെ 2011 വരെ ഭരിച്ച CPM-ന്റെ ഒരു കിരാത ഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ടാണ്
മമതാ ബാനർജി തൃണമൂൽ നേതൃത്വത്തിൽ 2011 അവിടെ അധികാരം പിടിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ, 2011, 2016, 2021 എന്നിങ്ങനെ 3 തവണ കണ്ടിന്യൂസ് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു വെസ്റ്റ് ബംഗാളിൽ. ആ വെസ്റ്റ് ബംഗാളിലെ തൃണമൂലിൻ്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് BJP അധികാരം പിടിച്ചെടുക്കുമെന്നാണ് ഈ സർവേ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്നാലും മെയ് 4 എന്ന് പറഞ്ഞാൽ ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയോടുകൂടി എല്ലാ പ്രവചനങ്ങളും അവസാനിക്കും. ജനങ്ങളുടെ യഥാർത്ഥ മാൻഡേറ്റ് മെയ് 4 പുറത്തു വരും.